ഹായ് ഗായ്സ്, അപ്പം ഇന്നലെ കോഴിക്കോട് വ്ളോഗിൻ്റെ പാർട്ട് 2 ആണിത്. രാവിലെ 5:30 എണീച്ചതാണ് ഞങ്ങളെല്ലാവരും. എനിക്കും സ്നേഹയ്ക്കും ഒരേ സ്ഥലത്താണ് എക്സാം സെൻറ്റർ. ഞങ്ങളങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. ഇതാണ് നമ്മൾ താമസിച്ച റൂം. ഞങ്ങൾ 3 പേര് കൂടാതെ പാലക്കാട് കോളേജിലെ 2 കുട്ടികളും കൂടി ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്നു. അവരുടെ കൂടെ ആയിരുന്നു വൈഷ്ണവി എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നത്. അവ കുറച്ച് ദൂരത്തായതുകൊണ്ട് തന്നെ അവൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നേ. എക്സാം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ആക്ച്വലി എക്സാമിൻ്റെ പാറ്റേൺ പോലും നമുക്ക് അറിയില്ല. അപ്പം ഞങ്ങളങ്ങനെ പോവുകയാണ്. ഇതാണ് നമ്മൾ താമസിച്ച പ്രിയ റൂംസ്. രാവിലെ തന്നെ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഒരു മൂഡൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു പരിപ്പ് വട ആൻഡ് സമൂസയാണ് കഴിച്ചത്. രാവിലെ തന്നെ ആയതുകൊണ്ട് കുറേ ഷോപ്പൊന്നും ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എങ്ങനെയോ ഈ ഷോപ്പ് ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ചതാണ്. 7:30 to 9 മണിയാണ് ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയായി കാണും. വേദവ്യാസ പബ്ലിക് സ്കൂളിലാണ് ഞങ്ങൾക്ക് എക്സാം ഉള്ളത്. മേലപ്പറമ്പ അങ്ങനത്തെ എന്തോ സ്ഥലമാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടേക്ക് ഞങ്ങൾക്ക് കോഴിക്കോട് ടൗണൊന്നും പോവേണ്ടതുണ്ട്. ഞാൻ സ്നേഹമാണ് ഒരേ ചർച്ചയായിരുന്നു എങ്ങനെയായിരിക്കും നമ്മൾ എക്സാം എഴുതാമെന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഫി ആണെങ്കിൽ കുടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. രാവിലെ ലേറ്റായിട്ട് കഴിച്ചിട്ട് ഉച്ചക്ക് നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അതിനിടയിൽ കോഴിക്കോടിലെ തന്നെ കുറച്ച് ഫേമസ് ഫുഡിൻ്റെ ഹോട്ടൽസൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരഗണിൽ പോവാമെന്നൊക്കെ വിചാരിച്ചു, ബട്ട് ടൈം ഉണ്ടെങ്കിൽ പോവാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചായ കുടിക്കാനുള്ള ടൈമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഒരു ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഒന്നാമത് വഴി അറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ബസ് കയറുമ്പോൾ ഇങ്ങനെ ചോദിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എക്സാം സെൻറ്ററിലെത്തി. ഇനി ജസ്റ്റ് ഒരു ഷോ ഓഫൊക്കെ ആവാം, കുറച്ച് ഞങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എക്സാമിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല, അതാണ് നമ്മളെ മെയിൻ ടെൻഷൻ. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞു. വഴിക്ക് വെച്ച് ഞങ്ങൾ വൈഷ്ണവിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പാലസ് കിച്ചണിലേക്കാണ്. പാലകളിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഇവിടുത്തെ മെയിൻ ഐറ്റം ചട്ടിച്ചോറാണ്, പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്. അതിന് മുന്നേ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ബിരിയാണിക്ക് 200 ആയതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ പാലസിലേക്ക് പോയത്. ഇവിടെ ബിരിയാണിക്ക് ഐ തിങ്ക് 170 റുപ്പീസ് ആണെന്ന് തോന്നുന്നു. നല്ല ബിരിയാണി ആയിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു. ബിരിയാണീൻ്റെ കൂടെ അച്ചാറും പിന്നെ സാലഡും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. പുതിന ചമ്മന്തി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾക്ക് 2:45 ട്രെയിൻ. പിന്നെ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ട്രെയിനിന് സ്ഥലമൊക്കെ കിട്ടുമെന്ന്. ബട്ട് ഒരു സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, നല്ല തിരക്കായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾക്ക് വഴിക്കുന്ന് കിട്ടി. അനുവിന് കുറച്ച് ദൂരെയുള്ള സ്ഥലത്തായിരുന്നു എക്സാം സെൻറ്റർ. അവൾ വന്നിട്ട് അഷീൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. തലശ്ശേരി എത്തുമ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. കണ്ണൂർ എത്തുമ്പോൾ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഞങ്ങൾക്ക് അവസാനം ഏതോ ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്നേഹിയും വൈഷ്ണവും പയ്യന്നൂർ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. ഇനി ഞാനും അനുവും മാത്രമാണ് ബാക്കിയുള്ളത്. അനുവിന് കാഞ്ഞങ്ങാടും എനിക്ക് ചെറുവത്തൂരാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് ഗൈസ്. അപ്പം ബൈ.